അഭിമാനവും ആഹ്ലാദവും. മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ ചരക്ക് കപ്പൽ ഐറീനിയ വിഴിഞ്ഞത്ത് എത്തിച്ചതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ക്യാപ്റ്റൻ വില്ലി ആന്റണിയുടെ വാക്കുകളാണിത്. ലോകത്തിലെ ഏറ്റവും ശേഷി കൂടിയ കണ്ടെയ്നർ കപ്പലാണ് MSC ഐറിന. ദക്ഷിണേന്ത്യയിൽ ഇതാദ്യമായിട്ടാണ് MSC ഐറിന എത്തുന്നത്. 24,346 TEU കണ്ടെയ്നറുകൾ വഹിക്കാൻ ശേഷിയുള്ള MSC ഐറിനയ്ക്ക് 400 മീറ്റർ നീളവും 62 മീറ്റർ വീതിയുമുണ്ട്. 16.2 മീറ്റർ ഡ്രാഫ്റ്റിലാണ് ഐറിന വിഴിഞ്ഞം ബെർത്തിൽ പ്രവേശിച്ചത്. 22 നില കെട്ടിടത്തിന്റെ വലിപ്പമുള്ളതാണ് MSC ഐറിന. 2024 നിർമ്മിച്ച കപ്പലിന് 24,000 മീറ്ററാണ് ഡെക്ക് ഏരിയ. മലയാളിയായ വില്ലി ആന്റണിയാണ് കപ്പലിന്റെ ക്യാപ്റ്റൻ. സിംഗപ്പൂർ തുറമുഖത്തു നിന്നാണ് ഐറിന വിഴിഞ്ഞത്തേക്ക് യാത്ര തിരിച്ചത്. MSCയുടെ ജെയ് സർവീസിലാണ് ഏറ്റവും കൂടുതൽ കണ്ടെയ്നർ ശേഷിയുള്ള ഐറിന ഉൾപ്പെടുന്നത്. മുൻപ് 19,462 TEU ശേഷിയുള്ള MSC ക്ലൗഡ് ജിറാട്ടറാണ് വിഴിഞ്ഞത്ത് ഇതുവരെ വന്നതിൽ ഏറ്റവും ശേഷിയുള്ള കപ്പൽ. MSC ഐറിനയെ ആദ്യമായി ഒരു ഇന്ത്യൻ തുറമുഖത്ത് ബെർത്ത് ചെയ്യാൻ അവസരം ലഭിച്ചത് താൻ ആവേശത്തോടെയാണ് കാണുന്നതെന്ന് തൃശൂർ സ്വദേശിയായ ക്യാപ്റ്റൻ വില്ലി ആന്റണി പങ്കുവച്ച വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞിരുന്നു. ചൊവ്വാഴ്ച രാത്രിയോടെയാണ് ലോകത്തെ ഏറ്റവും വലിയ ചരക്ക് കപ്പൽ MSC ഐറിന ഔട്ടർ ആങ്കറേജിലെത്തിയത്. വ്യാഴാഴ്ച ബെർത്തിലേക്ക് എത്തിയേക്കും. 29 വർഷമായി മറൈൻ രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്. തൃശൂരുകാരനായ പുറനാട്ടുകര പാലോക്കാരൻ ഹൗസിലെ വില്ലി ലോകത്തെ ഏറ്റവും വലിയ കപ്പലിനെ സ്വന്തം നാട്ടിലേക്ക് നയിച്ചപ്പോൾ കരിയറിലെ മറക്കാനാവാത്ത അനുഭവം കൂടിയായി അതെന്ന് അദ്ദേഹം പറഞ്ഞു. അച്ഛൻ പാലോക്കാരൻ ആന്റണി മറൈൻ സർവേയർ ആയിരുന്നു. അതിലൂടെയാണ് കപ്പലും കപ്പൽ യാത്രയും വില്ലിയുടെ ഇഷ്ടങ്ങളായി മാറിയത്. 19 വർഷമായി MSCയിലാണ്. 2023 ഐറീനയുടെ ആദ്യ ഓട്ടത്തിൽ ക്യാപ്റ്റനായിരുന്നു. 2 മാസം മുമ്പാണ് വീണ്ടും ഐറീനയിൽ എത്തിയത്. 3 പതിറ്റാണ്ടോളമാകുന്ന കപ്പൽ ജീവിതത്തിൽ 120ഓളം രാജ്യങ്ങളിൽ പോയി. 14 വർഷമായി ക്യാപ്റ്റനാണ്. ഭാര്യ ഹിൽഡയ്ക്കും 9ാം ക്ലാസ്സുകാരൻ ബെൻഹേലിനുമൊപ്പം തൃശൂരിൽ തന്നെയാണ് സ്ഥിരതാമസം. അമ്മ ലില്ലി, സഹോദരൻ വിക്ടറും കപ്പൽ മേഖലയുമായി ബന്ധപ്പെട്ട് ബിസിനസ്സുമായി മുംബൈയിലാണ്. സഹോദരി തൃശൂരിൽ കുടുംബസമേതം കഴിയുന്നു. ഭൂമിശാസ്ത്രപരമായ സ്ഥാനവും തുറമുഖത്തിന്റെ സ്വാഭാവികമായ ആഴവുമാണ് അന്താരാഷ്ട്ര രംഗത്ത് വിഴിഞ്ഞത്തെ ശ്രദ്ധേയമാക്കുന്നതെന്ന് വില്ലി പറഞ്ഞു. രാജ്യത്തെ മികച്ച തുറമുഖത്തിന് എല്ലാവരും കൂടി ശ്രമിച്ചാൽ ലോകത്തിൽ വച്ചു തന്നെ 1ാം സ്ഥാനത്ത് എത്താനാകും. അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കണം. കേരളത്തിലുള്ളവർക്ക് ഇതിലൂടെ കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭിക്കും. ഇതൊക്കെ വിഴിഞ്ഞം കൊണ്ടുള്ള നേട്ടമാകും. മറ്റു തുറമുഖങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വലിയ കപ്പലുകളും ഇവിടെ എളുപ്പത്തിൽ അടുപ്പിക്കാൻ കഴിയുന്നു, അദ്ദേഹം പറഞ്ഞു. കപ്പലിൽ 35 ജീവനക്കാരുണ്ട്. കണ്ണൂർ സ്വദേശി അഭിനന്ദും ഇതിൽ ഉൾപ്പെടുന്നു. സിംഗപ്പൂരിൽ നിന്നാണ് കപ്പൽ കഴിഞ്ഞ മാസം 29-ന് പുറപ്പെട്ടത്.